അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആൻ 18-ാം ജുസ്, അധ്യായം 24, സൂറത്തുന്നൂർ, 33-34 ആയത്തുകൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വൽയസ്തഅഫിഫില്ലദീന ലാ യജിദൂന നികാഹൻ ഹത്താ യുഗ്നിയഹുമുല്ലാഹു മിൻ ഫദ്ലിഹി വല്ലദീന യബ്തഗൂനൽ കിതാബ മിമ്മാ മലകത് അയ്മാനുകും ഫകാതിബൂഹും ഇൻ അലിംതും ഫീഹിം ഖൈറൻ വആതൂഹും മിമ്മാ ലില്ലാഹില്ലദീ ആതാകും വലാ തുക്രിഹൂ ഫതയാതികും അലൽ ബിഗാഇ ഇൻ അറദ്ന തഹസ്സുനൻ ലിതബ്തഗൂ അറദൽ ഹയാത്തിദ് ദുനിയാ വമൻ യുക്രിഹുന്ന ഫഇന്നല്ലാഹ മിൻ ബഅദി ഇക്റാഹിഹിന്ന ഗഫൂറുർ റഹീം. വിവാഹം, അതായത് ചെയ്യുവാനുള്ള സൗകര്യം ലഭിക്കാത്തവർ അള്ളാഹു അവന്റെ അനുഗ്രഹത്താൽ അവർക്ക് ധന്യത നൽകുന്നതുവരെ ചാരിത്ര്യം സംരക്ഷിക്കുവാൻ ശ്രമിച്ചുകൊള്ളട്ടെ. നിങ്ങളുടെ വലങ്കൈകൾ ഉടമയാക്കിയവരിൽ, അതായത് സ്വാതന്ത്ര്യ കച്ചീട്ട് എഴുതിക്കൊടുപ്പാൻ ആവശ്യപ്പെടുന്നവർ അവരിൽ നന്മയുള്ളതായി നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ അവർക്ക് എഴുതിക്കൊടുത്തുകൊള്ളുവിൻ. നിങ്ങൾക്ക് അള്ളാഹു തന്നിട്ടുള്ളതായ അവന്റെ സ്വത്തിൽ നിന്നും നിങ്ങൾ അവർക്ക് കൊടുക്കുകയും ചെയ്യുവിൻ. നിങ്ങളുടെ, അതായത് അടിമകളായ യുവതികളെ അവർ ചാരിത്രശുദ്ധിയെ ഉദ്ദേശിക്കുന്ന പക്ഷം നിങ്ങൾക്ക് ഐഹിക ജീവിത വിഭവം ലഭിക്കുവാനായി തോന്നിയവാസവൃത്തിക്ക് നിർബന്ധിക്കരുത്. ആരെങ്കിലും അവരെ നിർബന്ധിച്ചു ചെയ്യിക്കുന്നതായാൽ അവരെ നിർബന്ധിച്ചതിനു ശേഷം അള്ളാഹു നിശ്ചയമായും, അതായത് ആ നിർബന്ധിക്കപ്പെട്ട സ്ത്രീകൾക്ക് പുറത്തു കൊടുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാകുന്നു. വലഖദ് അൻസൽനാ ഇലൈകും ആയാതിൻ മുബയ്യിനാതിൻ വമസലൻ മിനല്ലദീന ഖലൗ മിൻ ഖബ്ലികും വമൗഇളതൻ ലിൽമുത്തഖീൻ. തീർച്ചയായും, അതായത് നിങ്ങൾക്കാവശ്യമായത് വ്യക്തമാക്കി തരുന്ന പല ലക്ഷ്യങ്ങളും നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയവരിൽ നിന്നുള്ള ഉദാഹരണവും ഭയഭക്തരായ ആളുകൾക്ക് ഉപദേശവും നാം നിങ്ങൾക്ക് ഇറക്കി തന്നിട്ടുണ്ട്. ആദ്യത്തെ ആയത്തിൽ പ്രധാനമായും 5 കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. 1. വിവാഹം കഴിപ്പാൻ സാധിക്കാതെ വരുന്നവർ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അവർക്കതിന് സാധ്യത ഉണ്ടാകുന്നതുവരെ ക്ഷമ കൈകൊണ്ട് തങ്ങളുടെ ചാരിത്രശുദ്ധിക്ക് കളങ്കം വരുത്താതെ സൂക്ഷിക്കേണ്ടതാകുന്നു. വിവാഹത്തിന് സൗകര്യം ലഭിക്കാത്തവർ അല്ലദീന ലാ യജിദൂന നിക്കാഹ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശ്യം മഹർ കൊടുപ്പാൻ കഴിയാത്തവരാണെന്നാണ് പൊതുവിൽ പറയപ്പെടുന്നത്. മഹർ കൊടുപ്പാൻ കഴിയുമെന്നിരുന്നാൽ തന്നെയും മറ്റു കാരണങ്ങളാൽ വിവാഹം ചെയ്യുവാൻ തരപ്പെടാതെ വന്നേക്കാമെന്ന് പറയേണ്ടതില്ല. അങ്ങനെയുള്ളവർക്കും ഈ ഉപദേശം ബാധകമാണ്. ചാരിത്രശുദ്ധിക്ക് ഭംഗം നേരിട്ടേക്കുമോ എന്ന് സ്വയം ഭയപ്പെടുന്നവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുന്ന ഉപദേശം ഇപ്രകാരമാകുന്നു: യാ മഅ്ശറ ശബാബ് മൻ ഇസ്തത്വാഅ മിൻകുമുൽ ബാഅത ഫൽയതസവ്വജ് ഫഇന്നഹു അഗ്ദു ലിൽബസർ വഅഹ്സനു ലിൽഫർജ് വമൻ ലം യസ്തതി' ഫഅലൈഹി ബിസ്സൗമി ഫഇന്നഹു ലഹു വിജാഅ. മുത്തഫിഖ്. സാരം: ഹേ യുവാക്കളുടെ കൂട്ടമേ, നിങ്ങളിൽ ആർക്ക് വിവാഹം ചെയ്യുവാൻ കഴിവുണ്ടോ അവൻ വിവാഹം ചെയ്തു കൊള്ളട്ടെ. കാരണം അത്, അതായത് വിരോധിക്കപ്പെട്ട നോട്ടത്തിൽ നിന്ന് ദൃഷ്ടിയെ താഴ്ത്തിക്കളയുന്നതും ഗുഹ്യസ്ഥാനത്തെ കാത്തുരക്ഷിക്കുന്നതുമാകുന്നു. ആർക്കെങ്കിലും കഴിവില്ലാതെ വരുന്ന പക്ഷം അവൻ നോമ്പ് പിടിച്ചുകൊള്ളട്ടെ, എന്നാൽ അത് അവന് രക്ഷാമാർഗമായിരിക്കും. ബുഖാരി, മുസ്ലിം. സൂറത്തുൻ നിസാ 25 സ്വതന്ത്രകളായ സ്ത്രീകളെ വിവാഹം ചെയ്യാൻ കഴിവില്ലാത്തവർ
അടിമ സ്ത്രീകളെ വിവാഹം കഴിച്ചു കൊള്ളുവാൻ അള്ളാഹു നിർദ്ദേശിച്ചിട്ടുണ്ട്. അതും സാധിക്കാതെ വരുമ്പോഴത്തെ സ്ഥിതിയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളതെന്ന് മനസ്സിലാക്കാം. വിവാഹത്തിന് ആവശ്യം നേരിടുകയും ഒരു വിധത്തിലും അത് സാധ്യമാകാതെ വരികയും ചെയ്യുന്നവരോട് ക്ഷമ കൈക്കൊള്ളുവാൻ കൽപ്പിക്കുന്നതോടൊപ്പം അങ്ങനെ ചെയ്താൽ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അവർക്കത് വഴിയെ സാധ്യമായേക്കുമെന്ന് ഒരു വാഗ്ദാനവും കൂടി ആയത്തിൽ അടങ്ങിയിരിക്കുന്നു. 2. സ്വതന്ത്രരാകുവാൻ ആഗ്രഹിക്കുന്ന അടിമകൾ ഒരു നിശ്ചിത കാലത്തിൽ ഒരു നിശ്ചിത സംഖ്യ മോചനമൂല്യമായി കൊടുത്തു തീർക്കുന്ന പക്ഷം സ്വാതന്ത്ര്യം നൽകാമെന്ന് യജമാനനും അടിമയും തമ്മിൽ ചെയ്യുന്ന കരാറിന് മെക്കാറ്റിബഹ് സ്വാതന്ത്ര്യ കച്ചീട്ട് എന്ന് പറയുന്നു. ഒരു അടിമ ഈ ആവശ്യം ഉന്നയിച്ചാൽ അത് ചെയ്തു കൊടുക്കണമെന്നാണ് ഈ ആയത്ത് ശാസിക്കുന്നത്. ഏതെങ്കിലും വിഷയത്തിൽ അടിമത്തം ഇല്ലാതാക്കി അടിമകളെ സ്വതന്ത്രരാക്കി വിടുവാൻ ഇതുപോലെ വേറെയും പല പല സന്ദർഭങ്ങളും നിയമങ്ങളും അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട്. യുദ്ധത്തിൽ പിടിച്ച് അടിമയാക്കപ്പെട്ടവരും നിയമാനുസൃതമായ മറ്റു രൂപത്തിൽ കൈവശത്തിലിരിക്കുന്ന അടിമകളും ഇക്കാര്യത്തിൽ വ്യത്യസ്തരല്ല. അവരിൽ നന്മയുള്ളതായി നിങ്ങൾക്കറിയാമെങ്കിൽ ഇൻ അലിംതും ഫീഹിം ഖൈറ എന്ന നിബന്ധന കേവലം വിപുലാർത്ഥത്തിലുള്ളതാകുന്നു. കൊടുത്തുവിട്ടാൻ നിശ്ചയിച്ച സംഖ്യ അടച്ചു തീർക്കുവാനുള്ള സന്നദ്ധതയും സൗകര്യവും മാത്രമല്ല, സ്വാതന്ത്ര്യ കച്ചിട്ട് ആവശ്യപ്പെടുന്നവന്റെ പൊതു നന്മയും കൂടി അതിൽ പരിഗണിക്കേണ്ടതുണ്ട്. 3. അങ്ങനെയുള്ള അടിമകൾക്ക് അവരുടെ കച്ചീട്ടിലെ നിശ്ചയപ്രകാരം മോചിതരാകുന്നതിനും അവരുടെ വിഷമതകൾ തീർക്കുന്നതിനും ധനസഹായം ചെയ്യുമെന്ന് യജമാനന്മാരടക്കം കഴിവുള്ള എല്ലാവരോടും തുടർന്ന് കൽപ്പിക്കുന്നു. നിശ്ചയിച്ച സംഖ്യയിൽ ഇളവ് ചെയ്തും ജോലികൾ സൗകര്യപ്പെടുത്തിക്കൊടുത്തും മറ്റും യജമാനന്മാർക്ക് ഈ കൽപ്പന സ്വീകരിക്കാവുന്നതാണ്. സ്വത്തുക്കളെല്ലാം വാസ്തവത്തിൽ അള്ളാഹുവിൻ്റെതാകുന്നു. അവൻ ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ ചിലവഴിക്കുവാനായി അത് ചിലരുടെ കൈകളിൽ അമാനത്ത് വെച്ചിരിക്കുകയാണ്. കൈവശക്കാരന്റെ ഇഷ്ടത്തിനൊത്ത് മാത്രം ചിലവഴിക്കുവാനുള്ളതല്ല. സാക്ഷാൽ ഉടമസ്ഥനായ അള്ളാഹു കൽപ്പിക്കുന്ന പ്രകാരം അത് വിനിയോഗിക്കേണ്ടതുണ്ട്. അങ്ങനെ അവർ ചെയ്യുന്ന പക്ഷം അള്ളാഹു തക്കതായ പ്രതിഫലം കൊടുക്കുകയും വീണ്ടും പകരം നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ആകയാൽ സ്വത്ത് കൈവശമുള്ളവർ അവരെ സഹായിക്കുന്നതിൽ പിന്നോക്കം വെക്കുവാൻ പാടില്ല എന്നൊക്കെയാണ് മാലില്ലാഹില്ലദീ ആതാക്കും, അള്ളാഹു നിങ്ങൾക്ക് തന്നിട്ടുള്ള അവന്റെ സ്വത്ത് എന്ന പ്രയോഗത്തിൽ അടങ്ങിയ സൂചനകൾ. 4. അടിമ സ്ത്രീകൾ ചാരിത്ര്യ ദൂഷ്യം ചെയ്യുവാൻ ഇഷ്ടപ്പെടാതിരിക്കെ തന്നെ അവർ മൂലം ഐഹികമായ വരുമാനങ്ങൾ കരസ്ഥമാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി വ്യഭിചാരം പോലെയുള്ള നീചവൃത്തികൾ ചെയ്യുവാൻ ചില യജമാനന്മാർ അവരുടെ അടിമകളെ നിർബന്ധിക്കരുത്. പ്രസ്തുത സ്ത്രീകൾ സ്വയം തന്നെ അതിന് അനുകൂലികളാണെങ്കിൽ അതിന് നിർബന്ധിക്കാമെന്നോ അനുവദിക്കാമെന്നോ ഇതിൽ നിന്ന് വ്യംഗ്യാർത്ഥം ഉദ്ദേശിക്കപ്പെട്ടിട്ടില്ല. ഐഹിക ലാഭം ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ അങ്ങനെ ചെയ്യാമെന്നും അർത്ഥമില്ല. വ്യഭിചാരാദി ദുർവൃത്തികളെ കഴിയുന്നത്ര തടയുന്നത് ഓരോ മുസ്ലിമിന്റെയും കടമയാണ്. എന്നിരിക്കെ അതിന് നിർബന്ധിക്കുന്നത് പോകട്ടെ, മനസ്സുകൊണ്ട് അനുകൂലിക്കാൻ പോലും പാടില്ലാത്തതാണ്. അവനവന്റെ ഉത്തരവാദിത്വത്തിലും ചൊൽപ്പടിയിലും ഇരിക്കുന്ന സ്ത്രീകളെ അതിന് നിർബന്ധിക്കുക, അതും തുച്ഛമായ ഭൗതിക വരുമാനം മോഹിച്ചുകൊണ്ടായിരിക്കുക. ഇതിലേറെ നിന്ദ്യവും നികൃഷ്ടവുമായ മനസ്ഥിതി മറ്റെന്താണ്? ഇതാണ് ഇവിടെ ആക്ഷേപത്തിന് വിഷയമായിരിക്കുന്നത്. ഈ ആക്ഷേപം ഈ രൂപത്തിൽ അവതരിക്കുവാൻ കാരണം ജാഹിലിയ കാലത്ത്, അതായത് ഇസ്ലാമിന് മുമ്പ്, ചില യജമാനന്മാർ അവരുടെ അടിമകളെ ഇപ്രകാരം വ്യഭിചാരശാല നടത്തുവാൻ നിർബന്ധിച്ചിരുന്നതാകുന്നു. പലരും അങ്ങനെ ചെയ്തിരുന്നതായി നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. കപടവിശ്വാസികളിൽ തലവനായിരുന്ന അബ്ദുല്ലാഹിബ്നു ഉബയ്യ് തന്റെ 2 അടിമ സ്ത്രീകളെ അതിന് നിർബന്ധിക്കുകയും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സങ്കടം ബോധിപ്പിക്കുകയും അതിനെ തുടർന്ന് ഈ വചനം അവതരിക്കുകയും ചെയ്തു എന്ന് മുസ്ലിം റഹിമഹുല്ല, അബൂദാവൂദ് റഹിമഹുല്ല മുതലായവർ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിൽ നിന്ന് ആയത്തിന്റെ ഉദ്ദേശം കൂടുതൽ സ്പഷ്ടമാകുന്നതാണല്ലോ. 5. നിഷ്ഠൂര ബുദ്ധികളായ യജമാനന്മാരുടെ നിർബന്ധം മൂലം ആ പാവങ്ങൾ വല്ല നീചപ്രവൃത്തിയും ചെയ്തു പോകുന്ന പക്ഷം അള്ളാഹു അവർക്ക് പൊറത്തു കൊടുക്കുമെന്നും അവൻ കരുണാനിധിയാണെന്നും അള്ളാഹു അവർക്ക് സന്തോഷ വാർത്ത നൽകുന്നു. ഒഴിഞ്ഞു മാറാൻ സാധിക്കാത്ത വിധമുള്ള നിർബന്ധങ്ങൾക്ക് വിധേയമായി ചെയ്യപ്പെടുന്ന തെറ്റുകുറ്റങ്ങൾക്ക് ശിക്ഷിക്കപ്പെടുകയില്ല എന്നത് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഒരു അനുഗ്രഹമത്രേ.
ഇങ്ങനെ നമ്മുടെ നന്മയ്ക്കും വിജയത്തിനും ആവശ്യമായ എല്ലാ നിയമനിർദ്ദേശങ്ങളും ലക്ഷ്യദൃഷ്ടാന്തങ്ങളും ഉദാഹരണ പാഠങ്ങളും സതുപദേശങ്ങളും ഈ ഖുർആൻ മുഖേന അള്ളാഹു വിവരിച്ചു തന്നിരിക്കുന്നു. അതിമഹത്തായ ഈ അനുഗ്രഹത്തെ ഓർമ്മപ്പെടുത്തുകയാണ് 34-ാം വചനം ചെയ്യുന്നത്. തുടർന്നുകൊണ്ട് അള്ളാഹു അവന്റെ പ്രകാശത്തിന് ഒരു ഉപമ വിവരിക്കുന്നു. ഓരോ മനുഷ്യനും തന്റെ ഈമാൻ, ബുദ്ധി, ചിന്താശക്തി, അറിവ് എന്നിവയുടെ തോതനുസരിച്ച് അകം കണ്ണുകൊണ്ടും പുറം കണ്ണുകൊണ്ടും കണ്ടറിയാൻ കഴിയുന്ന നിത്യവും അനർഘവുമായ ആ പ്രകാശത്തിന്റെ ഉദാഹരണ ചിത്രം ഹൃദയ സാന്നിധ്യത്തോടു കൂടി ചിന്തിച്ചു വായിക്കുക.